നമസ്കാരം. ഞാൻ അജിത് കുമാർ, അഞ്ചൽ സ്വദേശിയാണ്. ഞാനിന്ന് എൻ്റെ തന്നെ ഒരു കഥ വായിക്കുകയാണ്. കഥയുടെ പേര് സുന്ദരമായ ചില മായക്കാഴ്ചകൾ. വിധി എൻ്റെ കൈകളിൽ അണിയിച്ച കൈവിലങ്ങിന് കൂരിരുട്ടിൻ്റെ കറുത്ത നിറമാണ്. ജീവിതത്തിൻ്റെ ദീപസ്തംഭം വിധിയുടെ നെറുകെട്ട നീതിശാസ്ത്രത്താൽ നിലംപതിച്ചിരിക്കുന്നു. തേജസാർന്ന മനസ്സ് ഓജസറ്റ ഉടലിൽ ഒഴിലുന്ന ഓരോ ക്ഷണവും അസഹനീയമാണ്. മരണം എത്ര തന്നെ വേദനാജനകമാണെങ്കിലും ഒരു മാത്ര കൊണ്ട് കഴിയുമെങ്കിൽ പുൽകുവാൻ കൊതിച്ചു പോകുന്നു. 5 മാസം കഴിഞ്ഞിരിക്കുന്നു. ശരീരമാസകലം തളർന്ന് ഒരു മരപ്രതിമ പോലെ ഞാനിതേ കിടപ്പ് കിടക്കുന്നു. ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള ഭയാനകമായ അവസ്ഥയാണിത്. ഇനിയും എത്ര നാൾ അറിയില്ല. ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് ഉറപ്പായിട്ടും ദയാവധം അനുവദിക്കാത്ത വൈദ്യശാസ്ത്രത്തോട് തന്നെ എനിക്കിന്ന് വെറുപ്പാണ്. ഇന്ന് ഈ മുറി മാത്രമാണ് എൻ്റെ ലോകം. ചുമരിൽ ആണിയടിച്ചുറപ്പിച്ച ഘടികാരം സ്വന്തം ജോലി പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. മാറ്റമില്ലാത്ത കാഴ്ചകളും ശബ്ദങ്ങളും മനസ്സിൽ തീർക്കുന്ന വിമിഷ്ടം അതിദാരുണമാണ്. ജാലകത്തിന് വെളിയിൽ എത്ര പൗർണമികളും അമാവാസികളും എനിക്ക് അന്യമായി കടന്നുപോയി. പുറം ലോകമൊന്ന് കാണുവാൻ, ഒരിറ്റു ശുദ്ധവായു ശ്വസിക്കുവാൻ, നല്ല തണുത്ത വെള്ളത്തിൽ മനസ്സറിഞ്ഞൊന്ന് കുളിക്കാൻ എനിക്കിന്ന് കൊതിയാണ്. പ്രകൃതിയുടെ മധുര ശബ്ദങ്ങൾക്കായി ഞാൻ ഓരോ നിമിഷവും ആകാംക്ഷയോടെ കാതോർക്കുന്നു. അച്ഛൻ്റെ കരഞ്ഞു ചുവന്ന കണ്ണുകളും ഭാര്യയുടെ തോരാത്ത മിഴിയിണകളും കുട്ടികളുടെ ദൈന്യതയാർന്ന നോട്ടങ്ങളും എൻ്റെ ഹൃദയഭിത്തിയിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മുഖം കരിങ്കൽ ശില്പം പോലെ നിർവികാരമായിരുന്നു. മേശവലിപ്പിലെ എൻ്റെ ഒരു ഡയറിയിൽ എന്നിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കഥയുണ്ട്. 2 മാസമായി അതെൻ്റെ ഓർമ്മയിലേക്ക് വന്നിട്ട്. അന്നു മുതൽ അതിലേക്ക് എൻ്റെ ഭാര്യയെ എങ്ങനെയാണ് എത്തിക്കുക എന്ന ചിന്തയിലാണ് ഞാൻ. മനസ്സിൽ നിന്നും മനസ്സിലേക്ക് സന്ദേശം അയക്കാൻ കഴിയുമെന്നൊക്കെ മുമ്പ് വായിച്ചിരുന്നു. ദിവസങ്ങളായി അതിനുള്ള നിരന്തര പരിശ്രമത്തിലാണ് ഞാൻ. അതല്ലാതെ എൻ്റെ മുന്നിൽ മറ്റെന്താണ് ഒരു പോംവഴി? പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ മനസ്സ് അവളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മനഃശക്തി വർദ്ധിപ്പിക്കുവാൻ വായിച്ചറിഞ്ഞിരുന്ന കാര്യങ്ങൾ എന്നാലാവും വിധം ഞാൻ പരിശീലിച്ചു തുടങ്ങി. അപകടം നടന്നിട്ട് ഇന്ന് 6 മാസം തികയുന്നു. ഇന്നാണ് ആ ദിവസം. അവളെ എങ്ങനെയാണ് ഇതൊന്ന് അറിയിക്കുക? നിസ്സഹായത ഒരു വേവായി എന്നെ പൊള്ളിച്ചുകൊണ്ടേയിരുന്നു. 9 മാസങ്ങൾക്ക് മുമ്പാണ് ജോലി തേടി ഗുജറാത്തിലേക്ക് പോയത്. മുമ്പൊരിക്കൽ പോലും കേരളം വിട്ടൊരു ജോലിയോ ജീവിതമോ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു നിയോഗം പോലെ കാലം അതും നടത്തിയെടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഞാൻ എൻ്റെ മനസ്സ് അവളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഠിനമായി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചൊക്കെ വിജയിക്കാറുണ്ടെങ്കിലും പൂർണ്ണമായും വിജയിക്കുവാൻ എന്തുകൊണ്ടോ കഴിയുന്നില്ല. ഒരു നായയെ കുറച്ചു നേരം നമ്മൾ പിന്നിൽ നിന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നായ നമ്മളെ തിരിഞ്ഞു നോക്കുന്നത് പോലെ ചിലപ്പോഴെങ്കിലും അവൾ എൻ്റെ പരിശ്രമങ്ങൾക്ക് വഴിപ്പെടാറുണ്ടെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ഏകാന്തതയിൽ എനിക്ക് കൂട്ടായി ഇപ്പോൾ ചിലപ്പോഴൊക്കെ ചില ശബ്ദശകലങ്ങൾ വരാറുണ്ട്. എവിടെയൊക്കെയോ കേട്ടുമറന്നതുപോലെ ചില പരിചയഭാവങ്ങൾ മനസ്സിലേക്ക് എത്തുമെങ്കിലും പിടിതരാതെ അകന്നു പോകാറാണ് പതിവ്. മറ്റുള്ളവർ അത് കേൾക്കാറില്ലെന്നത് അവരുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് ബോധ്യമാണ്. ഒരുപക്ഷെ എൻ്റെ മാനസിക നില തെറ്റിത്തുടങ്ങിയതിൻ്റെ ലക്ഷണങ്ങളുമാകാം. ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെയോ ഉപബോധ മനസ്സിന് മാത്രം പ്രാപ്യമായിരുന്ന സൂക്ഷ്മതലങ്ങളിലേക്ക് ബോധമനസ്സും എത്തിച്ചേരുന്നതിൻ്റെ പ്രതിഫലനങ്ങൾ പോലെയോ ആയിരുന്നു എനിക്ക് തോന്നിയത്. ഒരു ഉത്തരത്തിന് വേണ്ടി ഞാൻ സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പാണ് ആ സ്വപ്നം ഞാൻ കണ്ടത്. ഒരു പേടി സ്വപ്നം പോലെ മറക്കാൻ ശ്രമിച്ചെങ്കിലും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വ്യക്തികളും ദൃശ്യങ്ങളും എൻ്റെ മനസ്സിനെ ഉടുമ്പ് പിടിക്കുന്നത് പോലെ പിടിച്ചിരുന്നു. എന്തുകൊണ്ടോ സ്വപ്നം ഒരു ഉൾപ്രേരണയിലെന്ന പോലെ ഞാൻ ഡയറിയിൽ പകർത്തി. അതോർക്കുമ്പോൾ എൻ്റെ മനസ്സ് ഇപ്പോഴും കുളിര് കോരാറുണ്ട്. ഒറ്റയിരിപ്പിൽ എഴുതി തീർക്കുകയായിരുന്നു ഞാൻ അനുഭവം.
പെട്ടെന്ന് എന്തോ ഉൾവിളി പോലെ അവൾ മേശവലിപ്പ് തുറന്ന് ഡയറി കയ്യിലെടുത്ത് വായിച്ചു തുടങ്ങി. താളുകൾ മറിയുന്നതും അവളുടെ മിഴികൾ ആകാംക്ഷാഭരിതമാകുന്നതും കണ്ണുകൾ കുറുകുന്നതും മുഖത്ത് ഭീതി പടരുന്നതും ഉൾക്കിടിലത്തോടെ ഞാൻ അറിഞ്ഞു. അവൾ ഡയറിയിൽ ലയിച്ചിരിക്കുന്നു. എൻ്റെ നിരന്തര പരിശ്രമം ഫലം കണ്ടിരിക്കുന്നതിൽ മനസ്സിൽ നേരിയൊരു കുളിർമ അനുഭവപ്പെട്ടു. അവളുടെ വായന പതിഞ്ഞ ശബ്ദത്തിൽ ഒരു ശബ്ദരേഖ പോലെ എനിക്ക് കേൾക്കാമായിരുന്നു. ഒരു വിചിത്രമായ സ്വപ്നം. സമയം രാത്രി 2 മണി കഴിഞ്ഞിട്ടുണ്ടാകും. ദീർഘദൂര യാത്ര കഴിഞ്ഞ് എൻ്റെ മോട്ടോർ സൈക്കിളിൽ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. ഗ്രാമത്തിനും നഗരത്തിനുമിടയിൽ ജനവാസമില്ലാത്ത കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന പ്രദേശങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. നിലാവുള്ള രാത്രിയിൽ ആകാശത്തിന് പ്രത്യേക ഭംഗിയായിരുന്നു. നക്ഷത്ര കുഞ്ഞുങ്ങൾ എന്നോട് കൂട്ടുകൂടാൻ ശ്രമിക്കുന്നത് പോലെ കണ്ണു ചിമ്മുന്നത് കാണാമായിരുന്നു. മനുഷ്യവാസമില്ലാത്ത ചിലയിടങ്ങളിൽ കാട്ടുപൂക്കളുടെ മനം മയക്കുന്ന സുഗന്ധമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ 8 മണിക്ക് മുമ്പ് മുറിയിലെത്താറാണ് പതിവ്. ഇന്ന് കൂടെ ജോലി ചെയ്യുന്ന ഗോവിന്ദിൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് അവരുടെ ഗ്രാമത്തിൽ പോയി മടങ്ങുന്ന വഴിയായിരുന്നു. കമ്പനിയിൽ വന്നിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ഗോവിന്ദ് മാത്രമാണ് ഏക സുഹൃത്തും ആശ്രയവും. രാത്രി തന്നെ തിരിച്ചു വരാമെന്ന് കരുതിയിട്ടാണ് ഏകദേശം 100 കിലോമീറ്ററോളം ദൂരമുണ്ടായിട്ടും ബൈക്കിൽ യാത്ര പോയത്. നല്ല ഒന്നാന്തരം 4 വരി പാതയാണ്. അതാണ് ഏക ആശ്വാസം. രാത്രി യാത്ര ഒഴിവാക്കാൻ ഗോവിന്ദ് ആവുന്നത്ര നിർബന്ധിച്ചിരുന്നു. തികച്ചും അപരിചിതർക്കൊപ്പം തങ്ങാൻ മടിച്ചാണ് തിരിച്ചു പോന്നത്. ഗോവിന്ദിനോട് കാരണമായി ചെറിയ കള്ളവും പറഞ്ഞു. മനസ്സിൻ്റെ ഉൾക്കോണിലെവിടെയോ ചെറിയ ഭയം ഉറഞ്ഞു കിടന്നിരുന്നെങ്കിലും വിജനമായ പാതയിലൂടെയുള്ള രാത്രിയാത്ര ഞാൻ നന്നായി ആസ്വദിച്ചിരുന്നു എന്നതാണ് സത്യം. വളരെ പെട്ടെന്നാണ് അന്തരീക്ഷം മാറിമറിഞ്ഞത്. വലിയൊരു മഴയുടെ ലക്ഷണം പോലെ നല്ല തണുത്ത കാറ്റ് വീശിയടിച്ചു. ആകാശം കാർമേഘങ്ങൾ മൂടിയതുകൊണ്ടാകും നിലാവ് കരിമ്പടം കൊണ്ട് മൂടിയതുപോലെ മറഞ്ഞിരുന്നു. ഇടിയും മിന്നലും തുടങ്ങിയിരിക്കുന്നു. ഒപ്പം നല്ല ചാറ്റൽ മഴയും. എത്രയും പെട്ടെന്ന് ജനവാസമുള്ളിടത്തെത്തണം. ഒന്ന് കയറി നിൽക്കുവാൻ പോലും ഒരിടമില്ല. ഞാൻ ബൈക്കിൻ്റെ വേഗം വർദ്ധിപ്പിച്ചു. മഴ കനത്തു തുടങ്ങി. ബൈക്ക് ഓടിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടായിരിക്കുന്നു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് കുറച്ചു ദൂരെ ഒരാൾ രൂപം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അടുത്തെത്തുമ്പോഴാണ് അതൊരു യുവതിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായത്. ഇളം ചുവപ്പിൽ മഞ്ഞ പൂക്കളുള്ള അവളുടെ ചുരിദാർ നനഞ്ഞ് ദേഹത്തോട് ഒട്ടിയിരുന്നു. അവൾ എൻ്റെ ബൈക്കിന് കൈ കാണിച്ചു. അസമയത്ത് ഒരു യുവതിയെ ഒഴിവാക്കി എങ്ങനെയാണ് പോകാനാകുക? ഞാൻ അവളുടെ സമീപം നിർത്തി. അവൾ ആകെ സംഭ്രമചിത്തയായി എനിക്ക് തോന്നി. അവളുടെ ഇടത് കൈത്തണ്ടയിലെ മുറിവ് ഷാള് കൊണ്ട് കെട്ടിയിരുന്നെങ്കിലും ചെറുതായി രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. എന്തുപറ്റി? ഞാൻ ചോദിച്ചു. ഞാൻ വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ്. അവരിനിയും വരും. അതിനു മുന്നേ എന്നെ ഒന്ന് പട്ടണത്തിലെത്തിക്കൂ. ജീവൻ യാചിക്കുന്നത് പോലെയാണ് അവളത് പറഞ്ഞത്. കയറിക്കോളൂ, ഞാൻ പറഞ്ഞു. അവളെയും കയറ്റി ഞാൻ വീണ്ടും യാത്രയായി. ഞാൻ എന്തൊക്കെയോ അവളോട് ചോദിച്ചു. കാറ്റിൻ്റെ ഹുങ്കാര ശബ്ദം കൊണ്ട് കേൾക്കാതിരുന്നിട്ടോ മറുപടി പറയാൻ താല്പര്യമില്ലാതിരുന്നിട്ടോ അവളൊന്നും പറയുന്നത് ഞാൻ കേട്ടിരുന്നില്ല. കുറച്ചു ദൂരം കഴിഞ്ഞാണ് എൻ്റെ ബൈക്കിന് പിറകിൽ ആളില്ല എന്ന് എനിക്ക് തോന്നിയത്. പെട്ടെന്നൊരു ഭാരക്കുറവ് അനുഭവപ്പെട്ടതുപോലെ. സംശയ നിവാരണാർത്ഥം ഞാൻ ബൈക്കിൻ്റെ കണ്ണാടിയിലൂടെ നോക്കി. എൻ്റെ സംശയം ശരിയായിരുന്നു. ഞാൻ പെട്ടെന്ന് ബൈക്ക് നിർത്തി ഇറങ്ങി. പുറകിലേക്ക് നോക്കി. നോക്കത്താ ദൂരത്തൊന്നും അവളുണ്ടായിരുന്നില്ല. ഞാൻ അറിയാതെ വല്ലാത്തൊരു ഭീതി എന്നെ പിടിപെട്ടു. കാൽവിരലിലൂടെ ഭയം ഇരച്ചു കയറി. പെട്ടെന്ന് 100 വാര മുന്നിലായി നിന്ന തണൽമരം റോഡിന് കുറുകെ ഒടിഞ്ഞു വീണു. എതിരെ പാഞ്ഞു വന്ന മിനി ലോറി നിയന്ത്രണം വിട്ട് എൻ്റെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ കടന്നുപോയി. 10 വാര അകലേക്ക് ആരോ വലിച്ചെറിഞ്ഞതുപോലെ ഞാനും. വീഴ്ചയുടെ ആഘാതത്തിൽ നിന്ന് അനങ്ങാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. തലയുടെ പുറകു പൊട്ടി ചോര ചാലുപോലെ ഒലിക്കുന്നുണ്ടായിരുന്നു. മഴവെള്ളത്തിൽ ചുടുരക്തം കലർന്നൊഴുകി.
ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞാകും ഒരു പോലീസ് ജീപ്പ് എന്നെ താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം ഡോക്ടർ പോലീസിനോട് പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. പ്രതീക്ഷ വേണ്ട, വീട്ടുകാരെ അറിയിച്ച് നാട്ടിലേക്ക് വിടൂ. പൂർണ്ണമായും കോമയിലാണ്. ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണ്. ശരി ഡോക്ടർ. അങ്ങനെ പറഞ്ഞ് പോലീസ് എൻ്റെ പേഴ്സ് എടുക്കുന്നത് ഞാൻ അറിഞ്ഞു. അഡ്രസ്സും ഫോൺ നമ്പരും പരിശോധിച്ചതാകും. 2 ദിവസങ്ങൾക്ക് ശേഷം അച്ഛനും അമ്മാവനും എത്തി. സർവം തകർന്ന പോലെ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ആ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. അവരെ ആശ്വസിപ്പിക്കാൻ ഞാൻ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലായില്ല. ഞാൻ പൂർണ്ണമായും കോമയിലാണെന്നും എൻ്റെ മുഖത്തെ മാംസപേശികൾ പോലും ചലനരഹിതമായെന്നും ഞാനൊരു ജീവിക്കുന്ന മാംസപിണ്ഡമായി മാറിയെന്നും ഞെട്ടലോടെ ഞാൻ മനസ്സിലാക്കി. തിരിച്ചുള്ള യാത്ര ആംബുലൻസിലായിരുന്നു. ട്യൂബ് വഴി മരുന്നും പഴച്ചാറുകളും ഞാൻ ശീലിച്ചു തുടങ്ങി. എറണാകുളത്തെ വലിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉദ്വേഗഭരിതമായ മണിക്കൂറുകൾക്കൊടുവിൽ ഡോക്ടർ അച്ഛനെ അകത്തേക്ക് വിളിച്ചു. അഭിപ്രായത്തിൽ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം പൂർണ്ണമായും അഗാധ നിദ്രയിലാണ്. കോമയെന്നാണ് ഈ അവസ്ഥയ്ക്ക് പറയുക. വാഹനാപകടത്തിൽ തലയ്ക്ക് പിന്നിലുണ്ടായ ക്ഷതമാവണം കാരണം. വൈദ്യശാസ്ത്രത്തിന് ഇപ്പോഴത്തെ നിലയിൽ ഒന്നും ചെയ്യാനില്ല. വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. നിരാശ വേണ്ട, ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. ഒരനക്കം എന്നെങ്കിലും കണ്ടാൽ കൊണ്ടുവരും. എനിക്കത് മതി, പിന്നെ ഞാൻ ഏറ്റു. അതുവരെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഡോക്ടർക്ക് മുന്നിൽ ഹൃദയം തകർന്ന് വിലപിക്കുന്ന അച്ഛൻ്റെ മുഖം എൻ്റെ ഹൃദയത്തെ ആഴത്തിൽ വേദനിപ്പിച്ചെങ്കിലും ചേതനയേറ്റ കണ്ണുകളുമായി ശവം പോലെ കിടക്കുവാൻ മാത്രമേ എനിക്കായുള്ളൂ. കണ്ണീരുറവ് പോലും പറ്റിയിരുന്നു. വീട്ടിലേക്കെത്തുമ്പോൾ കൂട്ട നിലവിളി എനിക്ക് കേൾക്കാമായിരുന്നു. ആംബുലൻസിൽ നിന്നും എന്നെ 4 പേർ ചേർന്ന് പുറത്തേക്കെടുത്തു. ഇടനെഞ്ചു പൊട്ടിയുള്ള ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളി എൻ്റെ മനസ്സിൻ്റെ ചില്ലുംകൂട് തകർത്തു. സന്ദർശകരുടെ സഹതാപ ചർച്ചകൾ എനിക്ക് അസഹനീയമായിരുന്നെങ്കിലും സഹിക്കുക മാത്രമേ മാർഗമുണ്ടായിരുന്നുള്ളൂ. ഒരു യുഗം പോലെ കടന്നു പോകുന്ന ദിനരാത്രങ്ങൾ. നാളെ അപകടം നടന്നിട്ട് 6 മാസമായെന്ന് ഭാര്യ പറയുന്നത് കേട്ടു. എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം? ഒന്ന് അവസാനിപ്പിക്കാൻ എത്ര നാളായി ഞാൻ മനമുരുകി പ്രാർത്ഥിക്കുന്നു. അത്രമാത്രം ജീവിതം വെറുത്തു പോയിരിക്കുന്നു. എൻ്റെ ഏങ്ങലുകളും രോക്ഷവും നിശബ്ദമായി അവസാനിച്ചു. സമയം പാതിരാവോടടുത്തിട്ടുണ്ടാവും. പ്രകൃതി നിശബ്ദയായിരിക്കുന്നു. തുറന്നു കിടന്ന ജനാലയിലൂടെ ആകാശത്തെ നക്ഷത്രങ്ങൾ നോക്കിക്കിടക്കുകയായിരുന്നു ഞാൻ. പുറത്ത് ഒരു നിഴലനങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അവിടേക്ക് നോക്കി. എൻ്റെ ഊഹം ശരിയായിരുന്നു. പുറത്ത് ആരോ ഉണ്ട്. ആരാണെന്നറിയാൻ ഞാൻ സൂക്ഷിച്ചു നോക്കി. ആ രൂപം എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് തെളിഞ്ഞു. അത്തരമൊരു സാഹചര്യത്തിൽ പതിഞ്ഞു പോയതിനാലാവും എനിക്ക് ആ രൂപം പെട്ടെന്ന് ഓർത്തെടുക്കാനായത്. അതെ, അവൾ തന്നെയാണ്. 6 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ബൈക്കിന് കൈകാണിച്ച അതേ സുന്ദരി. ഇന്നും അവളുടേത് അതേ വസ്ത്രമാണ്. ഇളം ചുവപ്പിൽ മഞ്ഞ പൂക്കളുള്ള ചുരിദാർ. അവളുടെ ഇടത് കൈത്തണ്ടയിലെ മുറിവ് അന്നത്തെ പോലെ തന്നെ ഷാള് കൊണ്ട് കെട്ടിയിരുന്നു. ഇവൾ ആരായിരിക്കും? ഇവളെങ്ങനെ ഇവിടെ എത്തി? അതായിരുന്നു എൻ്റെ ചിന്ത. എന്തിനാവും ഇപ്പോൾ ഇവിടെ? അവൾ എന്നെ നോക്കി മനോഹരമായി ചിരിക്കുകയും പരിചയം പോലെ എന്നെ കൈവീശി കാണിക്കുകയും ചെയ്തു. ചില അപകട മരണങ്ങൾ നടന്നയിടത്ത് അതിൻ്റെ സ്പർശം അവശേഷിക്കാറുണ്ടെന്നും ചില പ്രത്യേക മാനസികാവസ്ഥയിലുള്ളവർക്ക് മാത്രം ദൃശ്യമാകാറുണ്ടെന്നും ഡോക്ടർ സാബു ജോസഫിൻ്റെ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഞാൻ ഓർത്തു. പ്രേതാത്മാവെന്ന ചിന്തയിൽ എൻ്റെ മനസ്സ് ആലില പോലെ വിറച്ചു. പെട്ടെന്ന് എൻ്റെ ദൃഷ്ടികളെ സ്തബ്ധമാക്കിക്കൊണ്ട് ജാലക കമ്പികൾക്കിടയിലൂടെ അവൾ പുകഴ്ചുരുൾ പോലെ അലിഞ്ഞിറങ്ങി. സപ്തനാഡികളും തകർന്നുപോയ ഞാൻ ഭീതി പൂണ്ട മിഴികളുമായി ഇത് കർത്തവിതാമൂടനായി കിടന്നു. അവൾ കട്ടിലിൽ എൻ്റെ അരികിൽ വന്നിരുന്നു. പേടിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി വന്നതാണ്. എന്നെ ആശ്വസിപ്പിക്കാനെന്ന പോലെ അവൾ പറഞ്ഞു. മാധുര്യമാർന്ന ശബ്ദമായിരുന്നു അവളുടേത്. നീ ആരാണ്? ഞാൻ ചോദിച്ചു. എൻ്റെ ശബ്ദം പുറത്തു വന്നില്ലെങ്കിലും അവൾക്ക് മനസ്സിലായതുപോലെ അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു.
അവൾ എൻ്റെ ശരീരമാസകലം തഴുകി, നെറ്റിയിൽ ചുംബിച്ചു. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി രഹസ്യമായി എന്തോ പറയാൻ ശ്രമിച്ചതുപോലെ എനിക്ക് തോന്നി. ആർദ്രമായ മിഴികളോടെ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. വിട പറയലിന് മുമ്പുള്ള വേദനയാർന്ന നിമിഷങ്ങളായിരുന്നു അവളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത്. അവളുടെ കരിനീല നയനങ്ങളിൽ തുളുമ്പുവാൻ വെമ്പി നിന്ന നീർത്തുള്ളികൾ എന്തുകൊണ്ടോ എന്നെ കൂടുതൽ അസ്വസ്ഥനാക്കി. എന്തൊക്കെയോ പറയാതെ പറഞ്ഞ് അവൾ ജനാലയിലൂടെ വന്നതുപോലെ അലിഞ്ഞില്ലാതെയായി. ഒരുപക്ഷെ എൻ്റെ മനസ്സിൻ്റെ മായക്കാഴ്ചകൾ മാത്രമാകും. സ്വയം സമാധാനിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. ഒരുതരം മാനസിക വിഭ്രാന്തിയിൽ അകപ്പെട്ടതുപോലെയായിരുന്നു ആ നിമിഷങ്ങൾ. നെഞ്ചെടുപ്പ് മാറാൻ കുറേ സമയമെടുത്തു. പിന്നെയും അതുതന്നെയായിരുന്നു എൻ്റെ ചിന്ത. ആരായിരിക്കും അവൾ? ആത്മാവെന്നത് സത്യമാണോ? ആണെങ്കിൽ തന്നെ ഞാനുമായി എന്ത് ബന്ധം? മനസ്സൊരു കുരുക്ഷേത്ര ഭൂമിയായിരിക്കുന്നു. ശരി തെറ്റുകളുടെ ആഴങ്ങളിലേക്ക് ഊർന്നിറങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. ചപല മനസ്സുകളിലേക്കോ സമാനമായ വൈകാരികത സൂക്ഷിക്കുന്നവർ തമ്മിലോ ജീവിതത്തിൽ ഗാഢബന്ധം പുലർത്തിയിരുന്ന ആത്മാക്കൾ തമ്മിലോ അപൂർവങ്ങളായി ഇങ്ങനെ ചില ബന്ധങ്ങൾ ഉടലെടുക്കാറുണ്ടെന്ന് ഡോക്ടർ ശങ്കർദാസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ ഓർത്തു. ചിലപ്പോൾ അങ്ങനെയുമാവാമെന്ന് എനിക്ക് തോന്നി. എൻ്റെ സംശയങ്ങൾ ചോദ്യങ്ങളായി മനസ്സിനെ പിന്നെയും അലട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ ബുദ്ധിയെയും ബോധത്തെയും വെല്ലുവിളിക്കുന്നത് പോലെ ഒരനുഭവം. സത്യവും മിഥ്യയും എൻ്റെ മുന്നിൽ നിഗൂഢമായ ഒരു മറയുടെ ഇരുപുറങ്ങളിലുമായിരുന്നു. എൻ്റെ മിഴികൾ നിറഞ്ഞ് നീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകി. 6 മാസങ്ങൾക്ക് ശേഷം കവിൾത്തടങ്ങൾ ഹിമജലമൊഴുകിയതുപോലെ നനഞ്ഞു തണുത്തത് അത്ഭുതത്തോടെ ഞാൻ അറിഞ്ഞു. എൻ്റെ കൈവിരലുകൾ ചെറുതായി അനങ്ങിത്തുടങ്ങി. എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാനായിരുന്നില്ല. ഒരു മഹാത്ഭുതത്തിന് ഞാൻ ഒരേ സമയം ദൃക്സാക്ഷിയും അനുഭവസ്ഥനും ആകുകയായിരുന്നു. തീയതി 3/7/2018. താഴെ എഴുതിയിരുന്ന തീയതിയിൽ വിശ്വാസം വരാത്തതുപോലെ അവൾ വീണ്ടും വീണ്ടും നോക്കി. ഇന്ന് തീയതി 4/3/2021. 3 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നം. ഇന്ന് 6 മാസം തികയുന്നു. അവൾ ഒരു മന്ത്രം പോലെ ഉരുവിടുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ഭ്രാന്തമായ ഒരാവേശം പോലെ ഭാര്യ എന്നെ കെട്ടിപ്പിടിച്ചു, തുരുതുരാ ചുംബിച്ചു. എന്താ മോളെ, എന്തു പറ്റി? അത്ഭുതഭരിതൻ തന്നായി അത് കണ്ടുകൊണ്ടുവന്ന അച്ഛൻ ചോദിച്ചു. അച്ഛൻ്റെ കൈകളിലേക്ക് അവൾ ഡയറി നീട്ടി. അച്ഛാ, ഏട്ടൻ അപകടം പറ്റിയിട്ട് ഇന്ന് 6 മാസം തികയുന്നു. കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാത്തിലുപരി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും. എല്ലാവർക്കും താങ്ക് യു.